തുടങ്ങാം. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷമുണ്ട്. റമദാൻ മാസത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്നതിന് അതിന് ഇതിൻ്റെ കമ്മിറ്റിയോടും ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ വളരെയധികം നന്ദിയും കടപ്പാടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയാണ്. അതായത് മലബാർ ഏരിയകളാണ് ഏറ്റവും കൂടുതൽ രോഗികളാണ്. മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ രോഗികൾ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളതും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിൽ നിന്ന് നമുക്കൊരു മാറ്റം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. രോഗം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഒരു ചോദ്യം. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം അതാണ്, രോഗമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാർഗമാണ് പല രീതിയിലുള്ള ചികിത്സാ രീതികൾ നമുക്കറിയാം. ആയുർവേദം അറിയാം, ഹോമിയോപ്പതി അറിയാം, അതുപോലെ തന്നെ യുനാനി അറിയാം. ഇങ്ങനെ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ, നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതിയായിട്ടുള്ള ആയുർവേദം മുതൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുള്ളതായിട്ടുള്ള യുനാനി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൈദ്യം വരെ നമുക്കറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ചികിത്സ നടക്കുന്നതും ഇംഗ്ലീഷ് മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതിയാണ്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി. അപ്പോൾ ആ ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 10-17 വർഷമായിട്ട് ഇത് ചികിത്സിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 3-4 മാസമായിട്ട് ഇവിടെ അക്യുപങ്ക്ചറിൻ്റെ ചികിത്സ ബുധനാഴ്ച വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ മഞ്ചേരിയിൽ ഏകദേശം 17 വർഷത്തോളമായി ബിസ്മില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപങ്ക്ചർ എന്നുള്ള സ്ഥാപനം നടക്കുന്നു. അതുപോലെ തന്നെ കീശേരിയിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ചികിത്സ നടക്കുന്നുണ്ട്. പിന്നെ മമ്പാട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് ഇപ്പോൾ ആരംഭിച്ച് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന ഏകദേശം 100-300ഓളം പേഷ്യൻസ് ഇവിടെ നിന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് കീശേരിയിലേക്കും മഞ്ചേരിയിലേക്കും വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യപ്പെടുത്തിയതാണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ഞാൻ കമ്മിറ്റിയുമായിട്ട് ഒരു ഈ ആളുകൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ, അവർക്ക് രോഗമില്ലാത്ത രീതിയിലേക്ക് മാറാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് രോഗങ്ങൾ എന്നുള്ളതും ആ രോഗങ്ങളെ എങ്ങനെയാണ് നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ റമദാൻ മാസം തന്നെ നമുക്കതിന് പറ്റിയ ഏറ്റവും നല്ലൊരു മാസം കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമം, ഉറക്കം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമ്മളുടെ നിയന്ത്രണത്തിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസത്തിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് കുറവുള്ള മാസമാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ രോഗം കുറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ഭക്ഷണത്തെയും വെള്ളത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഉറക്കവും അതുപോലെ വിശ്രമവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ള ആ റമദാൻ മാസത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ശരിയായ രൂപത്തിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആളുകൾക്ക് അതും കേൾക്കുകയും ചെയ്യാം. അതോടനുബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ നേരിട്ടുണ്ടാകുമ്പോൾ ആ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം കൂടി ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കാണിച്ചു തരാനായിട്ട് പറ്റും. കുറഞ്ഞ സമയം ഉള്ള സമയം കൊണ്ട് അത് അടുത്ത ആഴ്ച നമുക്കിതുപോലെ ഒരു അരമണിക്കൂർ സമയം ക്ലാസ് ഉണ്ടാവും. അതിലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ, നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾക്കും കൂടി മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് റമദാൻ മാസം, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു മാസം നമുക്ക് നോമ്പ് എന്തിനു വേണ്ടി നിർബന്ധമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമികപരമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഭൗതികപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോമ്പ് എന്നുള്ളത്, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രോസസ്സായിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള 11 മാസം നമ്മൾ കഴിച്ച ഭക്ഷണം, വെള്ളം, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമം, ഉറക്കം, അതൊന്നും യഥാവിധി കൊടുക്കാതെ, അല്ലെങ്കിൽ പല രീതിയിൽ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാതെ, ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കാതെ, അല്ലെങ്കിൽ വിശക്കാത്ത സമയത്ത് അമിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട് ദാഹിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ദാഹിക്കാതെ തന്നെ നമ്മൾ വെള്ളം കൊടുത്തിട്ട്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തന രീതി കാരണത്താൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ആ അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ക്യാൻസറിൻ്റെ രീതികളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകാം, പല ഭാഗങ്ങളും മുഴകളുണ്ടാകാം, ബ്ലോക്കുകളുണ്ടാകാം. അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടാൻ സാധ്യത ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്കറിയാം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണെന്ന് നമുക്ക് കിട്ടാനുള്ളത്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഓരോ ഓർഗനുകളും ഓരോ അവയവങ്ങൾക്കും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഉണ്ടായിട്ടുള്ള കേടുപാടുകളൊക്കെ നികത്തി ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഒരു മാസത്തെ നോമ്പ് കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നോമ്പ് നമ്മൾ എങ്ങനെ നോൽക്കണം എന്നുള്ളതിനും കൂടി നമുക്കൊരു ചിട്ടവട്ടങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം റമദാൻ മാസത്തിലുള്ള നോമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്താഴത്തിൻ്റെ സമയം, ഞാനത് അക്യുപങ്ക്ചർ ബേസ് ചെയ്തിട്ട് നമ്മുടെ നോമ്പിൻ്റെ രീതിയെ ഞാനൊന്ന് വിശദീകരിക്കാം. എന്താണ് നോമ്പ്, ആ നോമ്പ് അക്യുപങ്ക്ചർ രീതി പ്രകാരം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ ബാനറിൽ കൊടുത്തിട്ട് ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം നമ്മുടെ കൈകളിലാണ് നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നത്. നമ്മുടെ ഹെഡിങ് തന്നെ അതാണ്. കാരണം അത് ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് സമ്പത്തുണ്ടാകും, അതുപോലെ തന്നെ കുടുംബജീവിതം എല്ലാം നമുക്ക് ലഭിക്കണം. 10 കാര്യങ്ങൾ നമ്മൾ തേടിയെത്തും എന്നാണ് പറയാറ്. ആരോഗ്യം ഉണ്ടെങ്കിൽ 10 കാര്യങ്ങൾ നമ്മൾ തേടിയെത്തും. ആരോഗ്യം നഷ്ടപ്പെട്ടാലോ ഈ 10 കാര്യങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ഈ ശരീരത്തോട് നമ്മൾ ചെയ്യേണ്ട 4 കടമകളുണ്ട്. ഒന്ന് വിശപ്പ്, ദാഹം, വിശ്രമം, ഉറക്കം എന്നുള്ള 4 കാര്യങ്ങൾ. അത് നോമ്പല്ലാത്ത കാലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട രീതി, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണം ചുണ്ടടച്ച് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണത്തിൻ്റെ കൂടെ മുമ്പ് ശേഷം വെള്ളം കുടിക്കാതിരിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, കുടിക്കണ വെള്ളം ഇരുന്ന് കുടിക്കുക, വായിൽ അല്പനേരം വെച്ച് അല്പാൽപ്പം നിർത്തി കുടിക്കുക, അമിതമായിട്ട് വെള്ളം കുടിക്കരുത്, ദാഹം മാറുന്നവരെ ദാഹത്തിന് പച്ചവെള്ളം തന്നെ കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും എല്ലാവരും പറയുന്നത്. ഒരു കാരണവശാലും തിളപ്പിച്ചാറിയ വെള്ളമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. നമ്മുടെ ശരീരത്തിന് വേണ്ടത് പച്ചവെള്ളം, സാധാ തനി പച്ചവെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പച്ചവെള്ളം കുടിക്കുമ്പോൾ എന്തെല്ലാം രോഗങ്ങൾ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ല്, പല്ല്, നഖം, മുടി, മുട്ട്, ഊര, തൊണ്ട, നട്ടെല്ല്, ഗർഭാശയ സംബന്ധമായിട്ടുള്ള എല്ലാവിധ രോഗങ്ങളും നമുക്ക് സുഖപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം തന്നെയാണ് നമ്മുടെ രോഗത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വിശപ്പ്, ദാഹം, വിശ്രമം, ഉറക്കം, ഈ 4 കാര്യങ്ങൾ യഥാവിധി ശരീരത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നത് വരെ സുഖമായിട്ട് ജീവിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് രോഗങ്ങൾ പിടിപെടുന്നത്. നമ്മൾ പറയും ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എനിക്ക് കിട്ടിയ രോഗം എന്ന് പറയാറുണ്ട്. എന്നാൽ നമുക്ക് കിട്ടിയ ഒരു രോഗവും നമ്മുടെ പരീക്ഷണമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കുണ്ടാവുന്ന രോഗങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ പറയപ്പെട്ട വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ശരീരത്തിന് എപ്പോഴാണോ ക്ഷീണം വരുന്നത് ആ ക്ഷീണമുള്ള സമയത്ത് നമ്മൾ അല്പസമയം വിശ്രമം കൊടുക്കുക എന്നുള്ളതും, അതുപോലെ രാത്രി നേരത്തെ ഉറങ്ങുക, 9 മണിക്ക് ഉറങ്ങി 3 മണി വരെ ഉറങ്ങുക, 6 മണിക്കൂർ സമയം നമ്മൾ കിടന്നിരിക്കുക എന്നുള്ള ഈ 4 പ്രോസസ്സുകൾ ഏതൊരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ശരിയാവണ്ണം ചെയ്യുന്നുണ്ടോ അവന് ഒരു രോഗവുമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ കാലഘട്ടം കൊണ്ട്, അതായത് അക്യുപങ്ക്ചർ ചികിത്സാ രീതി കൊണ്ട്, ഇതിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ ഒരുപാട് ആളുകളിൽ, അതായത് 10,000-കണക്കിന് രോഗി, ലക്ഷക്കണക്കിന് രോഗികളിൽ, എൻ്റെ അടുത്ത് വരുന്ന തന്നെ 10,000-ൽ 20,000-ൻ്റെ മേലെ രോഗികളിൽ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സംഭവമാണ് പറയുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ചിട്ടവട്ടങ്ങളെ ശരിയായ രൂപത്തിലേക്ക് ഒരു രോഗിയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവിടെ രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അക്യുപങ്ക്ചർ ചികിത്സയിലേക്ക് വരുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിഡ്നി ഫെയിലർ ഉണ്ടായാലോ, പ്രഷർ ഉണ്ടായാലോ, ഷുഗർ ഉണ്ടായാലോ, കൊളസ്ട്രോൾ ഉണ്ടായാലോ, അതുപോലെ ക്യാൻസർ ഉണ്ടായോ മാറുമോ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാ രോഗങ്ങളും മാറും. ഇനി ആ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ വരാതിരിക്കാനും ഉള്ള രോഗങ്ങൾ മാറി സുഖമായിട്ട് നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗമാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളും, ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ പലതും കഴിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്കും നമ്മൾ കഴിക്കുന്നു. ഈ കഴിക്കുന്ന മരുന്നുകളൊക്കെ നമുക്കറിയാം അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം.
അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മൾ കൊടുക്കുന്ന മരുന്ന്, ആ മരുന്ന് കൊണ്ട് നമുക്ക് എത്രത്തോളം രോഗങ്ങൾ മാറുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം പ്രഷറിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പ്രഷർ മാറുന്നുണ്ടോ? ഇല്ല, നമ്മുടെ പ്രഷർ നമുക്ക് മാറുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ശമനം നമുക്ക് പ്രഷറിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ ഗുളികയുടെ എഫക്റ്റ് കഴിയുന്നതോടുകൂടി എന്താകും? വീണ്ടും പ്രഷർ കൂടുന്നതായിട്ട് നമുക്കറിയാം. വീണ്ടും നമ്മൾ ഗുളിക കൊടുക്കുന്നു. ഷുഗറിന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഷുഗർ മാറുന്നുണ്ടോ? ഒരിക്കലും മാറുന്നില്ല. ഷുഗറിന് വീണ്ടും എന്താണ് നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം 2 നേരം ഗുളികകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കുന്നു. പിന്നീട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഡോസ് കൂട്ടി പിന്നീട് എന്ത് ചെയ്യുന്നു? ഇൻസുലിന് 5 10 10 15 പിന്നീട് നമുക്ക് ഹാർട്ട് ബ്ലോക്കുകളായിട്ടും ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗിയായിട്ട് മാറുന്നതും, അതുപോലെ തന്നെ പിന്നീട് കൈകാലുകളൊക്കെ കറുത്ത് കളറായിട്ട് ചീഞ്ഞളിഞ്ഞ് മുറിവുകളായിട്ട് മാറാതിരിക്കുകയും ആ കാലുകൾ മുറിച്ച് കളയേണ്ടതിലേക്കും പിന്നീട് വരുന്ന രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളിൽ കിഡ്നിയുടെ ഫങ്ഷൻസൊക്കെ നഷ്ടപ്പെട്ട് ആ കിഡ്നിയുടെ ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയും അതിന് മരുന്ന് കഴിക്കുകയും അങ്ങനെ അതിന് മരുന്ന് കഴിച്ച് വീണ്ടും കിഡ്നി ഡയാലിസിസിലേക്കും പിന്നീട് കിഡ്നി മാറ്റിവെക്കേണ്ട ആളുകളിലേക്കും എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട 4 കാര്യങ്ങൾ യഥാവിധി ചെയ്യാത്തതിൻ്റെ പേരിലും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾക്കനുസരിച്ച് നമ്മൾ കഴിച്ച മരുന്നിൻ്റെ എഫക്റ്റ് പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ് ഈ രോഗങ്ങളൊക്കെ. അപ്പോൾ ആരാണ് ഇതിൻ്റെ തെറ്റുകാർ? നാം തന്നെയാണ് അതിൻ്റെ തെറ്റുകാർ. നാം എന്താണ് ചെയ്തത്? നാം ഈ ശരീരം ചോദിക്കുന്ന വിശപ്പിനെയും ദാഹത്തെയും വിശ്രമത്തെയും ഉറക്കത്തെയും എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഭക്ഷണവും വെള്ളവും വിശ്രമവും ഉറക്കവും കൊടുക്കാത്തത് കാരണത്താലാണ് നമുക്കുണ്ടായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ രോഗമില്ലാതെ ഉള്ള രോഗങ്ങളെ ശരീരം തന്നെ മാറ്റിയെടുക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് അത് നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും അക്യുപങ്ക്ചർ ചികിത്സയെ കുറിച്ച്. ഒരു വലിയ സംഭവങ്ങളൊന്നുമല്ല, വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ക്യാഷ് ചിലവാകുന്ന ചികിത്സാ രീതികളൊന്നുമല്ല അക്യുപങ്ക്ചർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമേ അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ഈ നോമ്പിലേക്ക് ഞാൻ പറഞ്ഞു വിശപ്പ്, ദാഹം, വിശ്രമം, ഉറക്കം എന്നുള്ള 4 കാര്യങ്ങൾ പറഞ്ഞു. അത് നോമ്പല്ലാത്ത കാലങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നോമ്പാകുമ്പോൾ ഇതിന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തേണ്ടത്. കാരണം എന്താ? രാവിലെ നമ്മൾ എന്ത് ചെയ്യണം? സുബഹിയുടെ ഏകദേശം 5:30 മണിയാകുന്നതിൻ്റെ മുമ്പായിട്ട്, ബാങ്കിൻ്റെ മുമ്പായിട്ട് നമ്മൾ അത്താഴം കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് 6:30 ആകുന്നത് വരെ നമുക്ക് ഏകദേശം 13-13.5 മണിക്കൂർ സമയം നമുക്ക് എന്ത് ചെയ്യാണ്? അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇബാദത്തിലും അതുപോലെ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് വിശപ്പിനെ സഹിച്ചുകൊണ്ട് ആ ദൈവം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ നോമ്പിനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഭക്ഷണ രീതികളൊക്കെ ഒരു മാറ്റങ്ങൾ വരികയാണ്. 11 മാസം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നൊക്കെ ആ ഭക്ഷണങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് പിന്നീടുള്ളൊരു 1 മാസക്കാലം നമ്മൾ നോമ്പ് നോൽക്കുകയാണ്. അപ്പോൾ ആ നോമ്പിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എങ്ങനെ നമ്മൾ നോൽക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയം എന്ന് പറയുന്നത്, ആ എണീക്കുന്ന സമയം നമുക്കറിയാം 3 മണി മുതൽ നമുക്ക് തുടങ്ങും. 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നമ്മൾ അത്താഴം കഴിക്കുക എന്നുള്ളത് അത് നമുക്ക് സുന്നത്തുമാണ്. അത്താഴം കഴിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ അത്താഴം കഴിക്കൽ സുന്നത്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ നോക്കുക. അക്യുപങ്ക്ചർ സിസ്റ്റം പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം എന്ന് പറയുന്നത് 12 ചാനലുകളുണ്ട്. അക്യുപങ്ക്ചർ വളരെ പ്രധാനമായിട്ടുള്ള 12 ചാനലുകളുണ്ട്. അതിലെ പ്രധാനമായിട്ടുള്ള ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഒരു ലെങ്സ് ചാനൽ എന്ന് പറയും. ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെങ്സ് ചാനൽ എന്നാണ് ഇതിന് പറയുക. ലെങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ. ആ ചാനലിൻ്റെ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. 12 ചാനലുകൾ, ലങ്സ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, അതായത് ശ്വാസകോശം, വൻകുടൽ, അതുപോലെ തന്നെ കിഡ്നി, അതുപോലെ തന്നെ ലിവർ, പെരികാർഡ്, നമ്മൾ പറയുന്ന അവയവങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള 12 ചാനലുകളുണ്ട്. അപ്പോൾ ഈ ചാനലുകളിലൊക്കെ എന്തുണ്ട്? മർമ്മങ്ങളുണ്ട്. അക്യുപങ്ക്ചറിൻ്റെ മർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ ചാനലുകൾക്കനുസരിച്ച് എന്തുണ്ട്? ആ ചാനലുകൾക്ക് ഓരോ നമുക്കൊരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിന് 24 മണിക്കൂറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 24 മണിക്കൂറുകൾ
പിന്നെ 2 മണിക്കൂറായിട്ട് വീതിച്ചിട്ടുണ്ട് ഓരോ ചാനലുകൾക്കനുസരിച്ച്. അക്യുപങ്ക്ചറിൻ്റെ ഓരോ ചാനലുകൾക്കനുസരിച്ച് 2 ചാനലുകളായിട്ട് വീതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്സിൻ്റെ സമയം എന്ന് പറയുന്നത്, ആ സമയത്ത് എന്താ നടക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ശരീരം എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല ലെങ്സായിട്ട് ഇതിനെ മാറ്റും എന്നുള്ളത്. അപ്പോൾ ലെങ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. 24 മണിക്കൂർ 24,000 മുതൽ 30,000 ശ്വാസോച്ഛ്വാസം നമ്മൾ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സയൻസ് പറയുന്നത് ഒരു ദിവസത്തിൽ നമ്മൾ 24,000 മുതൽ 30,000 ശ്വാസോച്ഛ്വാസം നമ്മൾ എടുത്തു വിടുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നമ്മൾ ദൈവത്തോട് എത്ര നമ്മൾ എന്ത് ചെയ്യാണ് ഇബാദത്ത് ചെയ്താലും മതി വരില്ല. നമുക്ക് തന്നിട്ടുള്ള ഒരു ലെങ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഓക്സിജൻ എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില എത്രയാണ് എന്നുള്ളത്. ഒരു കിഡ്നിയുടെ വില ഇന്ന് എത്രയാണ്? ഒരു കിഡ്നി മാറ്റി വെക്കണം 45-50 ലക്ഷം വേണം. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വത്താണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ലിവർ മാറ്റി വെക്കണമെങ്കിൽ 1 കോടി രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവയവങ്ങൾ, ശുദ്ധമായിട്ടുള്ള ഏറ്റവും നല്ല അവയവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ട് ആ അവയവങ്ങൾ നമ്മളെന്ത് ചെയ്യാണ്, ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 40-35 വയസ്സാകുമ്പോഴത്തേനും ഓരോരോ അവയവങ്ങൾ നമ്മൾ കേടുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ നാളെ എന്ത് ചെയ്യേണ്ടതിനും പടച്ചവൻ്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ. കാരണം എന്താണ്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അമാനത്തായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മുടെ ജീവിതം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ആ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് തെക്കവയോടുകൂടിയും അതുപോലെ തന്നെ ആ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ആ ശരീരം എന്ന് പറയുന്നത്, ആ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ, നമ്മൾ കാരണത്താൽ രോഗങ്ങളുണ്ടായാൽ അതിനും നമ്മൾ എന്ത് ചെയ്യണം, നാളെ സമാധാനം പറയണം എന്നുള്ളതാണ്. അപ്പോൾ ആ ശരീരത്തെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ശരീരത്തെയും ശുദ്ധീകരിക്കേണ്ട പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സമയമായെന്ന് അറിയിക്കട്ടോ, നമുക്ക് നിർത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലും നമുക്ക് ആവർത്തിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അക്യുപങ്ക്ചർ സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ് ചുരുങ്ങിയത് 4 മണിക്കൂർ സമയങ്ങൾ കിട്ടിയാലാണ് ശരിക്കും നിങ്ങൾക്ക് ഇതെന്താണ്, നമ്മുടെ ശരീരം എന്താണ്, ശരീരത്തെ എങ്ങനെ ശുദ്ധീകരിക്കുക, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ, നമ്മൾ കുളിക്കേണ്ടത് എങ്ങനെ, നമ്മൾ പല്ല് തേക്കേണ്ടത് എങ്ങനെ, നമ്മൾ വിശ്രമിക്കേണ്ടത് എങ്ങനെ, അങ്ങനെ വന്നിട്ട് എല്ലാ കർമ്മങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ നമ്മൾ പഠിക്കണം, നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. നമ്മൾ ഉറങ്ങേണ്ടത് എങ്ങനെ നമ്മൾ പഠിക്കാനുണ്ട്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് തെറ്റുണ്ട്. ഇസ്ലാം പറയുന്ന പോലെ പോലും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇസ്ലാമികപരമായിട്ട് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നുണ്ട്. എന്നാലും അതിന് നമ്മൾ ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ രോഗമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു യഥാർത്ഥ രൂപങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രോഗമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലെങ്സ് എന്ന് പറയുന്ന ചാനൽ, ലെങ്സ് എന്ന് പറയുന്ന അവയവം, ആ അവയവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ്. ആ സമയം നമുക്കറിയാം എന്തിനു വേണ്ടി ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ ആ സമയത്ത് എണീറ്റ് നിന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നുണ്ട്. അതായത് തഹജ്ജുദിൻ്റെ സമയമാണ്. നമ്മൾ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, ആരും എണീക്കാതെ എല്ലാം, അതായത് പ്രപഞ്ചം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട അതേ സമയമാണ്. അത് ലെങ്സിൻ്റെ സമയമാണ്. അതായത് ലെങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ, നമുക്കറിയാം നമുക്ക് ഭക്ഷണത്തെ കുറേ സമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം, വെള്ളത്തെ മാറ്റിവെക്കാം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന ആ അവസ്ഥയെ നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അതായത് ആ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, ആ ജീവനെ ശരിപ്പെടുത്തുന്ന സമയമാണ് ഈ 2 മണിക്കൂർ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, ആ സമയത്ത് ഏറ്റവും പ്രാർത്ഥനയും അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. അതായത് ശ്വാസോച്ഛ്വാസം നല്ല വായു എനർജിയെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആ ലങ്സിനെ ശുദ്ധീകരിച്ച് മനസ്സിന് സമാധാനം കിട്ടേണ്ട സമയമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അക്യുപങ്ക്ചർ സിസ്റ്റം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എണീറ്റിരുന്നാൽ തന്നെ ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നോമ്പിൻ്റെ സമയത്ത് നമ്മൾ അത്തായത്തിൻ്റെ സമയമാകുന്ന ഈ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത്തായം നമുക്ക് സുന്നത്തായത് കൊണ്ട് എന്ത് ചെയ്യരുത്, ആ സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ഭക്ഷണം, ഈ പകൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണമില്ലാതിരിക്കുന്ന സമയമാണ്, വെള്ളമില്ലാതിരിക്കുന്ന സമയം. അതുകൊണ്ട് ആ പകലിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും കൊടുക്കേണ്ട ഒരു സമയമേ അല്ല ഈ ലങ്സിൻ്റെ സമയമായിട്ടുള്ള 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് അല്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
അത് അത്തായം അത്തിപ്പയത്തോളം എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്തായം അത്തിപ്പയത്തോളം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്തിപ്പയത്തോളം വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ അത്തായം കഴിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഭക്ഷണത്തെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് തന്നെ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പയവർഗ്ഗങ്ങളോ വേവിക്കാത്ത പയവർഗ്ഗങ്ങളോ അതുപോലെയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളും അല്പം പിന്നെ പച്ചവെള്ളവുമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഞാൻ എൻ്റെ ഭക്ഷണ രീതി പറഞ്ഞു തരാം. നോമ്പിന് ഇത്രയും കാലമായിട്ട് അക്യുപങ്ക്ചർ സിസ്റ്റത്തിൽ ഞാൻ വന്നിട്ടുള്ള ആ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് എന്ത് ചെയ്യുക, ഒരു 3-4-5 നട്ട്സും അതുപോലെ തന്നെ 3 കാരക്കയോ, ഉണക്ക കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം. കാരക്കയാണ് ഞാൻ കഴിക്കാറുള്ളത്. കാരക്ക കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു 3 ഈത്തപ്പഴവും പിന്നെ അല്പം എന്ത് ചെയ്യുക, ഒരു 1/2 ലിറ്ററിൻ്റെ അടുത്തോളം പച്ചവെള്ളവും അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ അതിലേക്ക് ബദാമോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മുന്തിരിയോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെ എന്ത് പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ പഴങ്ങൾ. ഇത്രയും കുറഞ്ഞ ഭക്ഷണമാണ് അത്താഴത്തിൻ്റെ സമയത്ത് ഞാൻ കഴിക്കാറുള്ളത്. കുറഞ്ഞ ഭക്ഷണം. ആ കുറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതോട് കൂടി അത് നമ്മുടെ വായിലേക്ക് വെച്ച് വായിൽ ചവച്ചരച്ച് അത് അന്നനാളത്തിലൂടെ വന്ന് ആമാശയത്തിൽ ആ ഭക്ഷണം ദഹിക്കാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ സമയമാണ്. 4 മണിക്കൂർ സമയം അതിനെ അരച്ച് നന്നാക്കി ദഹിപ്പിച്ച് എനർജി ആക്കിയിട്ട് നമ്മുടെ അതിൻ്റെ ചെറുകുടൽ എന്ന് പറയുന്ന 7 മീറ്റർ നീളമുള്ള ചെറുകുടലിൻ്റെ 1-ാമത്തെ ഭാഗത്തേക്ക് എത്തിക്കും. അങ്ങനെ 1-ാമത്തെ ഭാഗത്ത് ദഹനം നടന്ന് 2-ാമത്തെ ഭാഗത്തേക്ക്, 2-ാമത്തെ ഭാഗത്ത് നിന്ന് 3-ാമത്തെ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ 3-ാമത്തെ ഭാഗത്തേക്ക് ആ ഭക്ഷണത്തെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ എന്ന് പറയുന്ന അവയവം എന്ത് ചെയ്യും, ബൈൽ എന്ന് പറയുന്ന ഒരു ബൈൽ എന്ന് പറയുന്ന കെമിക്കലിനെ ഗാൾ ബ്ലാഡറിലേക്ക് കൊണ്ടുവരും. ഈ ഗാൾ ബ്ലാഡറിൽ നിന്ന് അത് ചെറുകുടലിൻ്റെ 3-ാമത്തെ ഭാഗത്ത് കൊണ്ടുവന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ദഹനം നടത്തി 2ആക്കി ഭാഗിക്കും. അതിലൊന്നെന്ന് പറയുന്ന മലം അത് നമ്മുടെ വൻകുടലിലേക്ക് മാറ്റുകയും പിന്നീട് വരുന്ന ദഹിപ്പിച്ച കുറഞ്ഞ എനർജി ഉണ്ടാകും, ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാകും. അതിനെന്ത് ചെയ്യും, നമ്മുടെ ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള ആമാശയത്തിൻ്റെ മുകളിൽ കാണുന്ന ചുണ്ടിൻ്റെ ആകൃതിയിൽ സ്പ്ലീൻ എന്ന് പറയുന്ന പ്ലീഹ എന്ന് മലയാളത്തിൽ പറയുന്ന അവയവത്തിലേക്ക് എന്നിട്ട് കയറ്റിവെക്കും. അതിലേക്ക് കൊടുക്കുന്നതോടുകൂടി ഒരു ദിവസത്തെ നമുക്ക് 24,000 മുതൽ 30,000 ശ്വാസോച്ഛ്വാസമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളി ആ ഓക്സിജനെ എടുത്തിട്ട് അതിൻ്റെ ഈ സ്പ്ലെയിനിലേക്ക് കൊണ്ടുവന്ന് ഈ ദഹിപ്പിച്ച എനർജിയുമായി കൂട്ടിക്കലർത്തി രക്തം ഉൽപ്പാദിപ്പിക്കും. ഈ രക്തത്തെയാണ് എന്ത് ചെയ്യുന്നത്, ആ രക്തത്തെ കിഡ്നിയിൽ വന്ന് കിഡ്നി ഫിൽട്ടർ ചെയ്ത് ഹാർട്ടിലേക്ക് വന്ന് ഹാർട്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരമാസകലം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ചശക്തിക്കും, നാവ് കൊണ്ട് സംസാരിക്കാനുള്ള സംസാരശേഷിക്കും, നമ്മുടെ കൈകാൽ കൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന ശക്തിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ദഹനശക്തിക്കും, അതുപോലെ നമ്മുടെ ചിന്ത, അങ്ങനെ ഏതെല്ലാം അവയവങ്ങൾ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ, ആ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആ ബ്ലഡ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡിൽ നിന്ന് ഓരോ സെല്ലുകളും ആഗിരണം ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബ്ലഡ് എന്തായിരിക്കണം, ശുദ്ധമായിട്ടുള്ള നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല ശരിയായ രൂപത്തിൽ അത് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ബ്ലഡ് നല്ല ബ്ലഡായി മാറുന്നത്. അങ്ങനെ നല്ല ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ ശരീരത്തിന് മാസകലം അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും. അതിലെങ്ങാനും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കൊടുക്കുന്നതും അത് ചെയ്യുന്നതും അതുപോലെ അതിലേക്ക് വെള്ളം കൊടുക്കുന്നതും തെറ്റുന്നതോടുകൂടി ഈ പറയപ്പെട്ട പ്രോസസ്സുകൾ മുഴുവൻ തെറ്റുകയും അത് തെറ്റുന്നതോടുകൂടി അതിനനുസരിച്ചുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടുകയും ചെയ്യും. അതനുസരിച്ച് ഓരോ അവയവങ്ങളും വീക്കാവുകയും ചെയ്യും. ആ അവയവങ്ങൾക്കനുസരിച്ചുള്ള ഇപ്പോൾ നമുക്കറിയാം ലങ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ആസ്മ ഉണ്ടാവും, സോറിയാസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ ജലദോഷം ഉണ്ടാവും, അലർജി ഉണ്ടാവും, തുമ്പലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ലങ്സ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ലങ്സിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ ലങ്സിൻ്റെ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള, അമിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലങ്സിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ലങ്സിൽ കെട്ടിക്കിടക്കുന്ന കഫങ്ങളും മാലിന്യങ്ങളും ഒക്കെ പുറന്തള്ളി ആദ്യത്തെ 10 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ശരീര അവയവങ്ങളും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതിപ്പോൾ നമുക്ക് കഴിഞ്ഞു പോയി. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കഫം വർദ്ധിക്കുന്നത്. കഫം വർദ്ധിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്താനായ പറയട്ടോ, സമയമായ പറയാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. എത്തിയില്ല, ഓക്കെ. അപ്പോൾ ആ കഫം മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇങ്ങനെ ഉണ്ടാകുന്ന കഫം ഒക്കെ തള്ളി നീക്കി ശുദ്ധീകരിച്ച് നല്ല ഒരു അവയവമാക്കി മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കാരണവശാലും അമിതമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ആ ലങ്സിനെ ശുദ്ധീകരിച്ച് നല്ല ഒരു ലങ്സാക്കിയിട്ട് മാറ്റുകയും ചെയ്യും.
ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അവയവമാണ് ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം ഇതേപോലെ നമ്മൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞ് രണ്ടാമത്തത് എന്ത് ചെയ്യാണ്, പിന്നീട് നമ്മൾ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വയറിന് എന്ത് ചെയ്യും, ഈ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ പുറന്തള്ളി ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിക്കുന്നതോടുകൂടി നമ്മുടെ വയറ് കാലിയാകും. അപ്പം നമുക്ക് നല്ല ഒരു ഫീലിംഗ് കിട്ടും. അതായത് രക്തോട്ടം, അമിതമായി നല്ല രക്തോട്ടം ഉണ്ടാകും. ശരീരം രക്തഓട്ടം നന്നായിട്ട് രക്തം ഓടി ആ ശരീരത്തിൽ ഉണ്ടാകുന്ന എവിടൊക്കെ എന്തൊക്കെ ബ്ലോക്കുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കൊണ്ടു ചെന്നിട്ട് അതിനൊക്കെ ശുദ്ധീകരിക്കും. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള റിസൾട്ടുകൾ പറയുന്നത് എന്താ വെച്ചാൽ, എത്ര വലിയ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസറിനെ മാറ്റണമെങ്കിൽ, എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ മാറ്റണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്താൽ മതി, അതായത് നോമ്പ് നോറ്റാൽ മതി എന്നുള്ളതാണ്. ഭക്ഷണത്തെയും വെള്ളത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു 3 ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗോ അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാറാത്ത ഒരു രോഗം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തെ ശുദ്ധീകരിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ആരാധനകൾ എടുക്കാനുള്ള ശക്തിയും അതുപോലെ തന്നെ നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ആവശ്യമാണ്. അപ്പോൾ ആ ആരോഗ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളും ചിലപ്പോൾ ഗർഭാശയത്തിൽ മുയലുള്ള ആളുകളുണ്ടാവും, പ്രഷറുള്ള ആളുകളുണ്ടാവും, ഷുഗറുള്ള ആളുകളുണ്ടാവും, അങ്ങനെ പല കിഡ്നി ഫെയിലുള്ള ആളുകൾ, പല ആളുകളെയും നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മൾ പല ആളുകളെയും നമുക്ക് കാണാറുണ്ട്. അതുപോലെ നമുക്കും എന്ന് വരും എന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെയും ജീവിതം. അപ്പോൾ നമുക്കത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യഥാവിധി നമ്മൾ ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്കും ഈ രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്കും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ക്ലിയർ കുറവായിരിക്കും അല്ലേ? കാണില്ലല്ലോ, കാണില്ല ഉണ്ട്. അക്യുപങ്ചറിൻ്റെ ഒരു ഡയഗ്നോസിസ് രീതിയാണ് ഇൻവെസ്റ്റിഗേഷൻ, കേട്ടറിയുക, ടച്ചിങ്, പൾസ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കണ്ടറിയുക എന്നുള്ള 3 രീതികളാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ നമ്മുടെ ലങ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താണ് ലങ്സ്, എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കുക? അപ്പം രാവിലത്തെ ഭക്ഷണത്തെ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. രാവിലത്തെ എന്ന് പറഞ്ഞാൽ അത്താഴത്തിൻ്റെ സമയത്ത് ഭക്ഷണത്തെ നമ്മൾ കുറച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നീട് നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രി, അതായത് വയറ് തടയുന്നത് നോക്കണേ, ശ്രദ്ധിക്കണം, വല്ല പതില്ല. ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കുക, അത് ഇരുന്ന് ഒരാങ്ങോട്ട് ഇരുന്നില്ല. പിന്നീട് നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ലാർജ് ഇൻഡസ്ട്രി ശുദ്ധീകരിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരം ചെയ്യും, അതിലെ മലത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നു. പിന്നീട് വരുന്നതാണ് ആമാശയത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അത് നോമ്പായതുകൊണ്ട് നമ്മൾ ആ സമയം എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കി കൊടുക്കുന്നതോടുകൂടി ആമാശയത്തേക്ക് നമ്മൾ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ, അതായത് വയറൊക്കെ കാലിയായി മാറി ആ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്താണ് ആ പ്രോസസ്സ് എന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആൾ വന്നാൽ നിർത്താം അപ്പോൾ പിന്നെ വേറെ തന്നെ ആമാശയത്തിൻ്റെ സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ, നമ്മൾ അമിതമായിട്ട് കഴിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിൻ്റെ കാരണത്താൽ കൊഴുപ്പുകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളത് കൊളസ്ട്രോൾ കൂടുതൽ, HDL, LDL ഒക്കെ കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ള കൊളസ്ട്രോളുകൾ, അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഗർഭാശയത്തിൽ മുഴകളുണ്ടാകാം, അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും ചെറിയ മുഴകളോ കുരുകളോ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനൊക്കെ എന്ത് ചെയ്യും? ശരീരം ഭക്ഷണം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും.
അതിനൊക്കെ എടുത്തു വെക്കപ്പെട്ടിട്ടുള്ള ഈ കൊളസ്ട്രോളുകളെ, ഈ കൊഴുപ്പുകളൊക്കെ എങ്ങനെ ശരീരം എടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ എനർജിയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, ആ വിശപ്പിനെങ്ങനെ മാറ്റും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. 1 മാസം ഇത് നടക്കുന്നത് കൂടി നമ്മുടെ ശരീരത്തിൽ പിന്നെ എന്തുണ്ടാവില്ല, ഒരു ബ്ലോക്കും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും അതിലുണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു മുഴകളും ഉണ്ടാവില്ല ഗർഭാശയത്തിൽ നിന്നല്ല. അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുകൾ, നമ്മൾ പുരുഷന്മാരിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പുരുഷന്മാരുടെ സ്ത്രീകളിലൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒക്കെ വീക്കം കാരണത്താൽ എന്ത് ചെയ്യണം, മൂത്രമൊഴിക്കാൻ കഴിയാതെ മൂത്രം തടസ്സപ്പെടുകയും പിന്നീട് എന്ത് ചെയ്യണം, പൈപ്പിടുകയും ട്യൂബിടുകയും അതുപോലെ തന്നെ പിന്നീട് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരിക. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തേക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച്, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചാൽ ഇവിടെ ഉള്ളത് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഉപ്പാക്ക് ഭയങ്കരമായിട്ട് മൂത്രത്തിന് പൈപ്പിട്ടിട്ടാണ്. അസ്ലമിനോട് പറഞ്ഞു, എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി, അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നത്, നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, അക്യുപങ്ക്ചർ ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ അവൻ്റെ ഉമ്മാക്ക് ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കുണ്ടായിട്ട് നമ്മൾ പിന്നെ ഓപ്പറേഷൻ പറയുകയും അതുപോലെ തന്നെ മൂത്രം കെട്ടി നിന്നിട്ട് മൂത്രം പോവാതെ ബുദ്ധിമുട്ടായിട്ട് 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതോടുകൂടി ആ ട്യൂബൊക്കെ എടുത്ത് സുഖമായിട്ട് മൂത്രമൊഴിക്കാനുള്ള ആ ഒരു സംവിധാനം ആയത് കുറച്ച് ഒരു 4-5 വർഷം മുമ്പായതാണ്. അതുകൊണ്ട് അവൻ്റെ അനുഭവം പറഞ്ഞതോടുകൂടി ഇയാളെന്ത് ചെയ്തു, എന്നെയുമായി ബന്ധപ്പെട്ടു, വാപ്പാനെ കൊണ്ടുവന്ന് കീശ്ശേരിക്കും, മഞ്ചേരിയുള്ള ആളെന്ത് ചെയ്യും, കീശ്ശേരിക്ക് അവർ ആ വാപ്പാനെ കാറിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ച നോമ്പിൻ്റെ മുമ്പായിട്ട് കൊണ്ടുവന്ന് ഞാൻ അവിടെ നീഡിലൊക്കെ കൊടുത്ത് മെഷീനൊക്കെ കണക്ഷൻ കൊടുത്ത് ശരിപ്പെടുത്തി അന്ന് കൊടുത്തു. 2-3 ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു. അങ്ങനെ 1 മാസം 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആകുന്നതിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്തു, അയാൾ പൈപ്പും കോയിലൊക്കെ എടുത്തിട്ടു. ഇവരെ 3-4 ആളുകൾ കൊണ്ടുവന്നിരുന്ന ആൾ കഴിഞ്ഞ ശനിയാഴ്ച വാപ്പ ഒറ്റക്കായി. അതിന് മുന്നത്തെ ശനിയാഴ്ച ഒറ്റക്കാണ് ആ പൈപ്പും ഇതൊന്നും ഇല്ലാതെ വരുന്നത്. ഡോക്ടർ പറഞ്ഞിരുന്നതാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സംഭവത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചിലവുമില്ലാതെ വളരെ സുഖമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. ഇങ്ങനെ അനേകം രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഗർഭാശയത്തിൻ്റെ മുകളിൽ ഒരുപാട് പേര് ബ്ലീഡിങ് നിൽക്കാതിരിക്കുന്ന ആളുകൾ, എത്രയോ പേരുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അക്യുപങ്ക്ചർ ചികിത്സ. ഗർഭാശയം എടുത്തു കളയണമെന്നാണ് പറയാറുള്ളത്. ഗർഭാശയം എടുത്തു കളഞ്ഞാൽ എന്ത് ചെയ്യാണ്, ശരീരം ചുട്ടു നീറും, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് നമുക്ക് അതിൻ്റേതായ രൂപത്തിൽ ദൈവം നമുക്കോരോ അവയവം തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ളതല്ല, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടത്. അതിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, ഉണ്ട്, നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു അവയവത്തെ മാറ്റിക്കഴിഞ്ഞാൽ അതുമായുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തള്ളവരിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും സ്ഥിതി. അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പറ്റും. പക്ഷെ അതില്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ നമ്മൾ ഓരോന്ന് പിടിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ണ് പോയാൽ, ഒരു കണ്ണ് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? 2 കണ്ണില്ലാത്ത ആളുകൾ ജീവിക്കാൻ പറ്റും. കണ്ണ് പോകുമ്പോഴല്ലേ നമുക്കറിയുന്നത് അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമായിട്ട് ശരിയായ രൂപത്തിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൂ. അങ്ങനെ ഓരോ കൈയും കാലും അതുപോലെ തന്നെ ഓരോ കിഡ്നിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഉള്ളിലിരിക്കുന്ന നമ്മൾ കാണാത്ത അവയവങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അക്യുപങ്ക്ചർ സിസ്റ്റം പ്രകാരം പൾസ് പിടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കയ്യിലൊന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 12 ചാനൽ, ഞാൻ പറയപ്പെട്ട 12 അവയവങ്ങൾ, SIGBOB, ആർട്ട് ലിവർ കിഡ്നി, LAST, TW, LUSPP എന്ന് നമ്മൾ പറയും. ആ 12 ചാനലുകളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മിടിപ്പ് കയ്യിൻ്റെ തുമ്പത്ത് വന്നിട്ട് ഇങ്ങനെ മിടിക്കും, ആ പൾസ് ഇങ്ങനെ മിടിക്കും. നമ്മൾ പറയാറില്ലേ പണ്ടൊക്കെ ഈ പൾസ് പിടിച്ചു നോക്കിക്കൊണ്ട് നാടി പിടിച്ചുകൊണ്ട് രോഗം പറയുക എന്ന് പറയുന്നത്, നാടി പിടിച്ചുകൊണ്ട് രോഗത്തെ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പല ട്രഡീഷണലായിട്ട് പഴയ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് അക്യുപങ്ക്ചറിന് വരുന്നത്. നാടി പിടിച്ചു നോക്കിക്കൊണ്ട് രോഗത്തെ മനസ്സിലാക്കിയിട്ട് ആ ശരീരത്തിലിരിക്കുന്ന രോഗങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആ രോഗ കാരണത്തിനുള്ള മർമ്മങ്ങൾ, ദൈവം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള 900-ലധികം മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളിൽ ഒരു നീഡിൽ കൊടുത്തുകൊണ്ട് സുഖപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ആ രോഗത്തെ നമ്മൾ മനസ്സിലാക്കി അതിലൊരു നീഡിൽ കൊടുക്കുന്നതോടുകൂടി ആ രോഗം മാറാനുള്ള ഒരു കാരണമായിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യ ആയുർവേദത്തെ നമുക്കറിയാം. പാരമ്പര്യമായിട്ട് നമ്മൾ ആയുർവേദത്തറിയാം, മർമ്മങ്ങൾ നമുക്കറിയാം. ഓരോ മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾ പിടിച്ചുകൊണ്ട് ആ മർമ്മത്തെ ശരിപ്പെടുത്തുന്ന രീതികൾ നമുക്കറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ വന്നുണ്ടോ? എത്തില്ല. ഓക്കെ,
അടുത്ത ആഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഭക്ഷണത്തെ ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കുക. ഞാൻ നിർത്താണ്, ടീച്ചർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത്താഴത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറക്കുന്ന സമയമാണ് നമുക്ക് പ്രതീക്ഷയുള്ള. ആ നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴും 3 കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പയം കൊണ്ടോ നോമ്പ് തുറക്കുക. നല്ലപോലെ ചവച്ചരച്ച് നോമ്പ് തുറക്കുക, പച്ചവെള്ളം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ഭക്ഷണവും നിങ്ങൾ കഴിക്കാം. ഈ രൂപത്തിൽ നിങ്ങളൊന്ന് നോമ്പ് നോക്കി നോക്കുക. അടുത്ത ആഴ്ച വരുമ്പോൾ തന്നെ ഈ ഒരാഴ്ച കാലം ഇനിയുള്ള, അതായത് ഇന്നത്തെ കഴിഞ്ഞ് ഇനി മുതൽ അങ്ങോട്ടുള്ള ഒരാഴ്ചത്തെ നോമ്പുകൾ നോറ്റിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നന്മകൾ.